എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. വളരെ ഈസിയാണത് തയ്യാറാക്കി എടുക്കാൻ. അതുപോലെ തന്നെ പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ അധികം താമസിയാതെ ഈ സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഈ വട്ടയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഡ്ഡലി അരിയാണ്. ഇഡ്ഡലി അരി അല്ലെങ്കിൽ സാധാരണ പച്ചരി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 4 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ അപ്പം വട്ടയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന അരി നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ നല്ല ടേസ്റ്റിലും നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം നിങ്ങൾക്ക് കിട്ടും. അരിയുടെ ക്വാളിറ്റി മോശമാണെങ്കിൽ അപ്പം ചിലപ്പോൾ ശരിയായിട്ട് വരണമെന്നില്ല, അത് നല്ല ഹാർഡായി പോകും. ചിലപ്പോൾ പശരി ആണെങ്കിലും അത് ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ നല്ല അരി നോക്കിയിട്ട് അപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുക. അപ്പോൾ ഇത് 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ്. ഇനി ഈ അരി കൂടാതെ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം നോക്കാം. ഇവിടെ ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെയുള്ള അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് വേണ്ടി ഇവിടെ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. 1/2 കപ്പോളം പഞ്ചസാര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. മധുരം ചേർക്കാതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ 1-2 ടീസ്പൂൺ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുക്കുക, ഈസ്റ്റ് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി ഇത് കൂടാതെ വേണ്ടത് ചോറാണ്. ഞാനിവിടെ വെള്ള ചോറാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 1/2 കപ്പ് ചോറോളം ഉണ്ട്. വെള്ള ചോറിന് പകരം നിങ്ങൾക്ക് ചുവന്ന ചോറും എടുക്കാവുന്നതാണ്. വെള്ളച്ചോറ് എടുക്കുകയാണെങ്കിൽ വട്ടയപ്പം നല്ല വൈറ്റ് കളറിൽ ഉണ്ടാകും, അല്ലെങ്കിൽ കുറച്ച് കളറൊന്ന് ഫെയ്ഡായിട്ടായിരിക്കും ഉള്ളത്. പിന്നെ വേണ്ടത് ഈസ്റ്റാണ്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഡയറക്റ്റ് ചേർത്ത് അരയ്ക്കാവുന്നതാണ്. ഇനി വലിയ തരികളുള്ള ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ചെറിയ ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് ഒരു 8 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2 മുതൽ 4 മണിക്കൂർ വരെ ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ മതിയാകും. ഇനി പെട്ടെന്ന് നിങ്ങൾക്ക് ഫെർമെൻറ്റ് ആവണമെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി പതുക്കെ മതിയെങ്കിൽ 1 നുള്ളു ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു മണത്തിന് വേണ്ടിയിട്ട് ഏലക്ക ആണ് ചേർത്ത് കൊടുക്കുന്നത്. 3-4 ഏലക്കയുടെ അരിയാണ്. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂണോളം ഉപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കശുവണ്ടി, മുന്തിരി, പിന്നെ ട്യൂട്ടി ഫ്രൂട്ടിയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. അത് നെയ്യിലൊന്ന് വാട്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ വട്ടയപ്പത്തിനുള്ള മാവൊന്ന് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ വട്ടയപ്പത്തിൽ നമ്മൾ ഇത് കൂടാതെ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 കപ്പ്. അത് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അത് ഞാൻ അവസാനം ചേർത്ത് കൊടുക്കുന്നതാണ്. ചോറ് കൂടി ചേർത്ത് കൊടുത്തിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നു. ഏലക്ക, ചിലർ ജീരകം ചേർക്കാറുണ്ട്, അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഏലക്ക ചേർക്കുന്നതാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഇതുപോലെ നികന്ന് കിടക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ചൂടുള്ള സ്ഥലത്ത് നമുക്ക് ഒരു 3-4 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. അപ്പം നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കൂടുതൽ സമയം ഇത് വേണ്ടി വരും. അപ്പോൾ ഓവനകത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ട് വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ സ്റ്റൗവിൻ്റെ അടുത്തും ഒക്കെ വെക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഫെർമെൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഓവൻ്റെ ഉള്ളിൽ ലൈറ്റിട്ടാണ്. അപ്പോൾ ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഫെർമെൻ്റ് ആയി കിട്ടും. 1 മണിക്കൂർ മതിയാകും. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ നിങ്ങൾക്ക് എല്ലാം അരയ്ക്കുമ്പോൾ ചേർക്കാവുന്നതാണ്. ഞാനിത് മറന്നുപോയി, അതുകൊണ്ടാണ് അവസാനം അരച്ച് ചേർക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 2-3 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ തേങ്ങ അരച്ചത് കൂടി ചേർത്തിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരുപാടിട്ട് മിക്സ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അപ്പമാക്കിയെടുക്കാം. അപ്പോൾ ഇത് 2 വലിയ വട്ടയപ്പത്തിനുള്ള മാവുണ്ട്. നിങ്ങൾക്ക് കാണാം ഇതിൽ കുമിളകളൊക്കെ വന്നിട്ടുണ്ട്, ഇത് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതുപോലുള്ള 2 തട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പ്ലേറ്റിൽ ചെയ്യാം. അപ്പോൾ ഇതിൽ കുറച്ച് നെയ്യൊന്ന് തടവിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കേക്ക് ടിന്നിലും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടിൽ ചെയ്യാം, അല്ലെങ്കിൽ കുക്കറിൽ ചെയ്യാം. അപ്പോൾ വെള്ളം നല്ല ചൂടായി കിടപ്പുണ്ട്. ഇനി ഇതിലേക്ക് ഈ തട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ നട്ട്സ് കൂടാതെ നിങ്ങൾക്ക് ഏത്തപ്പഴമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏത്തപ്പഴം വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അതിനുശേഷം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാം അതിൻ്റെ താഴെ പോയിട്ട് അടിഞ്ഞു കിടക്കും. അപ്പോൾ നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും പിന്നെ ടൂട്ടി ഫ്രൂട്ടി അല്ലാതെയാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അടുത്ത തട്ടിലെയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അത് ഞാൻ കുക്കറിലാണ് ചെയ്തത്. കുക്കറിൽ ചെയ്യുകയാണെങ്കിൽ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടൊരു ചെറിയ തട്ട് വെച്ചതിന് ശേഷം വിസിലിടാതെ ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു വട്ടയപ്പമാണിത്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാൻ പോവാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്